ഹൈ ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നത് സൗണ്ട്ട്രോൺ ബ്രാൻഡിൻ്റെ 5.1 റിമോട്ട് കിറ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. നല്ലൊരു കാർഡ്ബോർഡ് ബോക്സിൽ നീറ്റായിട്ട് പാക്ക് ചെയ്താണ് നമുക്ക് കിട്ടുന്നതും. അപ്പോൾ അതിൽ നമ്മുടെ മെയിൻ പ്രോസസ്സർ ബോർഡ് വരുന്നുണ്ട്, അതുപോലെ ഡിസ്പ്ലേ യൂണിറ്റ്, സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, റോട്ടറി എൻകോഡർ, റിമോട്ട്, പിന്നെ അതിൻ്റെ ബാക്കി കണക്റ്റേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഇതിൻ്റെ ഡിസ്പ്ലേ യൂണിറ്റ് മറ്റ് കിറ്റുകളിലൊക്കെ വരുന്ന പോലെ തന്നെ 16:2 സൈസ് വരുന്ന LCD ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. ബ്ലൂ കളർ LCD ഡിസ്പ്ലേ ആണ്. അതിൻ്റെ താഴെയായിട്ട്, ആ ഡിസ്പ്ലേയുടെ താഴെയായിട്ടാണ് അതിൻ്റെ പ്രോഗ്രാമിംഗ് IC കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ വലിയൊരു PCBയിലാണിത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പ്രീസെറ്റ് വരുന്നുണ്ട്. മറ്റൊരു കാര്യം, ഇതിൻ്റെ ഓൾമോസ്റ്റ് മിക്ക കണക്ഷനും ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ താഴെയായിട്ടാണ് വരുന്നത്. ഓക്കെ, മറ്റ് കിറ്റിനെ FR611 ഒക്കെ വെച്ച് വരുന്ന അല്ലെങ്കിൽ ആർഡോ സൈസ് വെച്ച് വരുന്ന റിമോട്ട് കിറ്റുകളെ അപേക്ഷിച്ചും കണക്ഷൻസ് എല്ലാം വ്യത്യാസമുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓൾമോസ്റ്റ് മിക്ക കണക്ഷനും വരുന്നത്. ഇത് സൗണ്ട്ട്രോണിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കിറ്റാണ്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന മോഡലിനെ കുറച്ച് മാറ്റം വരുത്തിയിട്ടുള്ള കിറ്റാണ്. അപ്പം ആ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ബാക്കിലും കാണാൻ സാധിക്കും. SMD കമ്പോണൻസ് കുറച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലും നിങ്ങൾക്ക് SMD കമ്പോണൻസ് കാണാം. വോൾട്ടേജ് റെഗുലേറ്റേഴ്സ്, ട്രാൻസ്ഫേഴ്സ്, അതുപോലെ കുറച്ച് കമ്പോണൻസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടി 4 ഹോൾസൊക്കെ PCBയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന കണക്ഷൻസ് നോക്കിയാൽ ഇവിടെ ആയിട്ടാണ് USB-യിലേക്കുള്ള 5 വോൾട്ട് ഗ്രൗണ്ട്, അതുപോലെ IR കണക്ഷൻ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി കണക്റ്റിംഗ് വയർ തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് USB മൊഡ്യൂളിൻ്റെ പവർ സപ്ലൈയിലേക്കും ഇത് ഈ ബ്ലൂ വയറും IR കണക്ഷനിലേക്ക് ഈസി ആയിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. വയറെല്ലാം തന്നെ അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള വയറാണ്. അടുത്ത വരുന്നത് നമ്മുടെ മെയിൻ ബോർഡുമായിട്ടുള്ള കണക്ഷനാണ്, പ്രോസസർ ബോർഡുമായിട്ടുള്ള കണക്ഷനാണ്. അതിനും കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു ഇൻസുലേഷനൊക്കെ കൊടുത്തിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ളൊരു വയറാണ് വരുന്നത്. പിന്നെ വരുന്നത് റോട്ടറി എൻകോഡറിലേക്കുള്ള കണക്ടറാണ്. അടുത്തത് സ്പീക്കർ പ്രൊട്ടക്ഷൻ സർക്യൂട്ടുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. ദെൻ ഇവിടെയാണ് 12 വോൾട്ട് ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് കൊടുക്കേണ്ടത്. അതിന് അത്യാവശ്യം കട്ടിയുള്ളൊരു വയറാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയുള്ളൂ മെയിനായിട്ടുള്ള ഇതിൻ്റെ കണക്ഷൻ വരുന്നുള്ളൂ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മെയിൻ ബോർഡിലേക്കുള്ള കണക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ കാര്യങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി പ്രൊട്ടക്ഷൻ സർക്യൂട്ട് നോക്കിയാൽ സിംഗിൾ റിലേ വെച്ച് വരുന്നൊരു സർക്യൂട്ടാണ്. ഏതെങ്കിലും ഒരു ചാനൽ, മെയിനായിട്ടും സബ്വൂഫർ ചാനൽ ഈ ഒരു റിലേ വഴി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഏകദേശം 3-4 സെക്കൻഡ് ഇതിന് ഡിലേ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ കാണുന്ന പ്രീസെറ്റ് വഴി ഡിലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഇൻഡിക്കേഷന് വേണ്ടി ഒരു LED ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ വരുന്നത് റോട്ടറി എൻകോഡറും. ഇവിടെയും ചെറിയൊരു വ്യത്യാസമുള്ളത് ഈ ഒരു റോട്ടറി എൻകോഡറിൻ്റെ ആ ഒരു PCBയിൽ തന്നെയാണ് IR സെൻസറും കൊടുത്തിരിക്കുന്നത്. സാധാരണ ബാക്കി കിറ്റുകളിലൊക്കെ ഈ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് IR സെൻസർ കണ്ടിരുന്നത്. എന്നാൽ ഇതിൽ അതിൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് പാനൽ ചെയ്യുമ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യേണ്ട വരും. അല്ലെങ്കിൽ ഇത് ഈ 3 പിൻ കട്ട് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ PCBയുടെ 2 സൈഡിൽ 2 LED, അത് ഒരെണ്ണം പവർ ഓൺ ഓഫ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയും മറ്റൊരെണ്ണം IR നമ്മുടെ റിമോട്ടിൻ്റെ സെൻസിങ് ഇൻഡിക്കേറ്റ് ചെയ്യാനും വേണ്ടിയാണ് 2 LED കൊടുക്കാനുള്ള ഓപ്ഷൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ പ്രോസസ്സർ ബോർഡ്. നല്ലൊരു PCBയിൽ ഡബിൾ സൈഡഡ് PCBയിലാണിത് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല എല്ലാ PCBയും കമ്പോണൻസും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. ഇതിൽ 4 IC ആണ് വന്നിരിക്കുന്നത്. അതിൽ മെയിനായിട്ടും PT2323 എന്ന IC ആണ് ചാനൽ സെലക്ഷൻ, അതുപോലെ പ്രൊലോജിക്ക്, ടോൺ കൺട്രോളിന് വേണ്ടിയൊക്കെ, വോളിയം കൺട്രോളറിന് വേണ്ടിയൊക്കെ കൊടുത്തിരിക്കുന്നത്. ICയുടെ ബാക്ക് സൈഡിലായിട്ടാണത്, താഴ്ഭാഗത്തായിട്ടാണത് വന്നിരിക്കുന്നത്. അതുകൂടാതെ ഈ കാണുന്ന 3 IC TDS7439 എന്ന 3-way ടോൺ കൺട്രോൾ IC ആണ്. ബേസ്, ട്രിബിൾ, മിഡ് ഈ 3 ടോണും ഈ ICകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാവുന്നതാണ്. മറ്റുള്ള കിറ്റിനെ അപേക്ഷിച്ച് സൗണ്ട്ട്രോണിൻ്റെ കിറ്റിന് ഉള്ളൊരു വ്യത്യാസവും അതുതന്നെയാണ്. എല്ലാ ചാനലിലെ ബേസ്, ട്രിബിൾ, മിഡ് ഈ 3 ടോണും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. R2S അല്ലെങ്കിൽ FR611 IC ഒക്കെ വെച്ച് വരുന്ന കിറ്റിൽ ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ് ചാനലിന് മാത്രമേ ബേസ്, ട്രിബിൾ കൺട്രോൾ വരുന്നുള്ളൂ. എന്നാൽ ഇതിൽ എല്ലാ ചാനലിലും ഈ പറഞ്ഞ 3 ടോണും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്വാളിറ്റിയുള്ള കമ്പോണൻസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബോർഡിൽ തന്നെ RCA സോക്കറ്റ്, DVD ഇൻപുട്ട് 5.1 ഇൻപുട്ടിനും അതുപോലെ 3 സ്റ്റീരിയോ ഇൻപുട്ടിനും വേണ്ടിയുള്ള 6 RCA സോക്കറ്റ് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബിനിൽ ഫിക്സ് ചെയ്യുമ്പം നേരിട്ട് തന്നെ നമുക്ക് ഈ ബോർഡ് ഫിക്സ് ചെയ്യേണ്ട വരും. വേറെ ടൈറ്റ് ചെയ്യാനുള്ള ഹോൾസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. മറ്റൊന്ന്, ഇതിൽ കൂടുതലായിട്ടും SMD കമ്പോണൻസ് വന്നിട്ടുണ്ട്. സൗണ്ട്ട്രോണിൻ്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന കിറ്റിനെ അപേക്ഷിച്ച് SMD കമ്പോണൻസ് കുറച്ചധികം ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ബോർഡിൻ്റെ സൈസും കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡിസ്പ്ലേ യൂണിറ്റിൻ്റെ ബാക്കിലും SMD കമ്പോണൻസ് വന്നിട്ടുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ കണക്ഷൻ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേ യൂണിറ്റിലേക്കുള്ള ആ ഒരു കണക്ടർ ഇവിടെയായിട്ടാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ നിന്നാണ് 6 ചാനൽ ഔട്ട്പുട്ട് എടുക്കേണ്ടത്. എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നിങ്ങൾക്ക് 2.1 ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം ചാനൽ തന്നെയാണ്, സെപ്പറേറ്റ് ഈ സൈഡിൽ വേറെ പോയിന്റുകൾ അതിന് കൊടുത്തിട്ടുണ്ട്. FR ഗ്രൗണ്ട്, FL ഗ്രൗണ്ട്, സബ് വൂഫർ. അതുപോലെ ഇവിടെയായിട്ടാണ് USB പാനലിൽ നിന്നുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുക്കേണ്ടത്. അതിന് കണക്ടർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, സോൾഡർ ചെയ്യേണ്ട തന്നെ വരും. ഓക്കെ, അതുപോലെ ബ്രാൻഡ് നെയിമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് റിമോട്ടാണ്. നോർമലി എല്ലാ കിറ്റിൻ്റെ കൂടെ വരുന്ന ഒരു യൂണിവേഴ്സൽ ടൈപ്പ് റിമോട്ട് തന്നെയാണ്. പിന്നെ അതിൻ്റെ കോൺഫിഗറേഷനിൽ, കീസിൻ്റെ കോൺഫിഗറേഷനിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. മറ്റുള്ള കിറ്റിനെ അപേക്ഷിച്ച് മിഡ് എന്നൊരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്, മിഡ്. ഓക്കെ, ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് എല്ലാ റിമോട്ടിലും കാണുന്ന അതേ ഫങ്ഷൻസ് ഒക്കെ തന്നെയാണ്.
ഓരോ ചാനലിൻ്റെ വോളിയം, അതുപോലെ USB മൊഡ്യൂളിൽ സോങ് സെലക്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ നമ്പേഴ്സ്, മ്യൂട്ട്, ഈക്വലൈസറും, പ്ലേ പോസ്, എക്സ്ട്രാ പ്രീവിയസ്, ബേസ്, ട്രിബിൾ, അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും സാധാരണ റിമോട്ടിൽ വരുന്ന പോലെ തന്നെ മിഡ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി അധികമായിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ക്വാളിറ്റി വൈസ് ആണെങ്കിലും വർക്കിംഗ് വൈസ് ആണെങ്കിലും നല്ലൊരു ബോർഡാണ്. വരുന്ന വീഡിയോയിൽ നമുക്ക് ഈ ഒരു PT2323, അതുപോലെ 7439, അതുപോലെ FR6311 അല്ലെങ്കിൽ R2SIC വരുന്ന റിമോട്ട് കിറ്റും തമ്മിലുള്ളൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു കിറ്റിൻ്റെ പ്രൈസ് വരുന്നത് 1500-2000 ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. കൊറിയർ ഉൾപ്പെടെ ഏകദേശം 1700-1800 ആ ഒരു റേഞ്ചിന് ഈ കീബോർഡ് വാങ്ങാവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.